നമസ്കാരം. കുബേരന്റെ പക്കലുണ്ടായിരുന്ന പുഷ്പക വിമാനം എങ്ങനെ രാവണന് കിട്ടി എന്ന് കേട്ടാലോ? ഇത് കുട്ടിപ്പുരാണം. പുരാണത്തിലെ കുട്ടി കുട്ടി കഥകൾ പറയുന്ന കുട്ടിപ്പുരാണം. കേട്ടു നോക്കൂ. രാവണൻ ഇങ്ങനെ സകലരെയും ഉപദ്രവിക്കുന്നതറിഞ്ഞ് രാവണന്റെ ചേട്ടനായ വൈശ്രവണൻ വിചാരിച്ചു, ദശാനനൻ എൻ്റെ അനിയനാണ്, അവന് നല്ലത് പറഞ്ഞു കൊടുക്കേണ്ടത് എൻ്റെ കടമയാണ് എന്ന്. അങ്ങനെ വൈശ്രവണൻ ഒരു ദൂതനെ രാവണന്റെ അടുത്തേക്ക് അയച്ചു. രാവണനും വിഭീഷണനും ദൂതനെ സൽക്കരിച്ചിരുത്തി. ദൂതൻ പറഞ്ഞു, അങ്ങയുടെ ചേട്ടൻ പറഞ്ഞയച്ച കാര്യങ്ങൾ കേൾക്കൂ. ഉഗ്രമായ തപസ്സിലൂടെ നേടിയെടുത്ത വരം സകലരെയും ഉപദ്രവിക്കാനായി ഉപയോഗിച്ചാൽ തപസ്സിൻ്റെ ഫലം ഇല്ലാതെയാകും. മുൻപും ഇതുപോലെ തപോബലം കൊണ്ട് മറ്റുള്ളവരെ ഉപദ്രവിച്ചവരൊക്കെ നരകത്തിൽ പോയിട്ടേയുള്ളൂ. ഇത് നിന്റെ ആയുസ്സിന് ദോഷം ചെയ്യും. വൈശ്രവണന്റെ അനിയൻ ഒട്ടും നല്ലവനല്ല എന്നെല്ലാവരും പറയുന്നത് എനിക്ക് സഹിക്കുന്നില്ല. നീ നല്ല കർമ്മങ്ങൾ ചെയ്ത് നല്ലവനായി രാജ്യം ഭരിക്കണം. എന്നാൽ ദൂതിൽ പറഞ്ഞതെല്ലാം വിപരീതമായാണ് രാവണൻ മനസ്സിലാക്കിയത്. വൈശ്രവണൻ സ്വയം കേമനും താനൊരു ദുഷ്ടനും കശ്മലനും ആണെന്നാണ് പറയുന്നത് എന്നാണ് രാവണന് മനസ്സിലായത്. അങ്ങനെ വൈശ്രവണനോടുള്ള ദേഷ്യത്തിൽ രാവണൻ വാളെടുത്ത് ദൂതനെ വെട്ടിനുറുക്കി. ദൂതനെ കൊന്നതുകൊണ്ട് ഒരു ദൂതനെ കൊണ്ട് ആപത്തുണ്ടാകുമെന്ന് ഉറപ്പാണ്. ആ ദൂതനാണ് ഹനുമാൻ. സീതാദേവിയെ കാണാൻ ചെന്നപ്പോൾ ഹനുമാൻ ലങ്ക മുഴുവൻ ചുട്ടുപൊട്ടിച്ചില്ലേ? ചേട്ടനായ വൈശ്രവണന്റെ വാക്കുകൾ കേട്ട് അഹങ്കാരിയായ രാവണൻ എന്തു തീരുമാനിച്ചെന്നോ? എന്നാൽ ആദ്യം ചേട്ടനെ തന്നെ യുദ്ധം ചെയ്തു തോൽപ്പിക്കാം, എന്നിട്ടാകാം മറ്റുള്ളവരെ എന്ന്. അങ്ങനെ ദശാനനൻ വൈശ്രവണൻ അഥവാ കുബേരനുമായി യുദ്ധത്തിന് പുറപ്പെട്ടു. അങ്ങനെ കുബേരന്റെ നേതൃത്വത്തിലുള്ള യക്ഷന്മാരും ദശാസനന്റെ രാക്ഷസന്മാരും തമ്മിൽ ഘോരമായി യുദ്ധം നടന്നു. ഒടുവിൽ വൈശ്രവണനും ദശാനനനും നേർക്കുനേർ വന്നു. വൈശ്രവണൻ അനിയനെ കുറേ ഉപദേശിച്ചു നോക്കി. നീ ചെയ്ത തപസ്സെല്ലാം വിഫലമായി പോകുമെന്ന് പറഞ്ഞു നോക്കി. രാവണനുണ്ടോ കേൾക്കുന്നു? രണ്ടുപേരും തമ്മിൽ യുദ്ധം ചെയ്തു. രാവണൻ മായായുദ്ധം ചെയ്തപ്പോൾ വൈശ്രവണൻ ബോധം മറഞ്ഞ് മയങ്ങി വീണു. ബോധം മറഞ്ഞ വൈശ്രവണനെ മുനിമാർ നന്ദനകാനനത്തിലെത്തിച്ച് സംരക്ഷിച്ചു. ഈ തക്കത്തിന് പുഷ്പകവിമാനം കൈക്കലാക്കിയ രാവണൻ അതിൽ കയറി ലങ്കയിലേക്ക് തിരിച്ചു.